അരുൺ, നിശബ്ദ പ്രചരണം കൊട്ടിക്കലാശത്തിനേക്കാൾ അല്ലെങ്കിൽ അതിനോളം പ്രാധാന്യമുള്ളത് തന്നെയാണ് നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളും. അവസാന ഘട്ടത്തിൽ ചാഞ്ചാടി നിൽക്കുന്ന വോട്ടുകൾ ഉറപ്പിക്കാനുള്ള മുന്നണികളുടെ ഒക്കെ ഓട്ടം അത് തുടരുക തന്നെ ആയിരിക്കുമല്ലോ. എങ്ങനെയാണ് നമ്മുടെ ഒരു കണക്കുകൂട്ടൽ? ഇതുവരെ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളൊക്കെ എങ്ങനെയാണ്? അശ്വതി, ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കൂറുകളാണ് ഈ നിശബ്ദ പ്രചരണത്തിന്റെ ഒരു ദിവസം. ഇനി അതിൽ ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഉള്ള സമയത്ത് വളരെ കൃത്യമായി നേരത്തെ കാണാതെ പോയ ആളുകൾ, കാണാതെ പോയ വോട്ടർ ഗ്രൂപ്പുകൾ, ചില വോട്ട് ബാങ്കുകൾ പ്രത്യേക സ്ഥലങ്ങളിലുണ്ട്. അത്തരം ഗ്രൂപ്പുകളുമായുള്ള ചർച്ച, തന്ത്രങ്ങൾ എന്തെങ്കിലും പാളിച്ച വന്നിട്ടുണ്ടോ, ഈ അവസാനവട്ടം പുതിയ തന്ത്രങ്ങൾ ഏതെങ്കിലും പരീക്ഷിക്കേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഈ നിശബ്ദ പ്രചരണത്തിന്റെ വേളയിൽ മുന്നണി സ്ഥാനാർത്ഥികളും അതുപോലെ മുൻ നേതൃത്വവുമൊക്കെ പയറ്റുക. ആ തന്ത്രങ്ങൾക്ക് വേണ്ടിയുള്ള കൂടിച്ചേരൽ യോഗങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്. വോട്ടർമാരെ എങ്ങനെയൊക്കെ ബോധ്യപ്പെടുത്താനാകുമോ അതിനുള്ള വഴികളൊക്കെ സ്ഥാനാർത്ഥികൾ തേടുന്നുണ്ട്. പല ആരോപണങ്ങൾ പുതുതായി വീണ്ടും വന്നേക്കാം. ഇന്ന് തന്നെ തിരുവനന്തപുരത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഒരു നിലപാട് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ശശി തരൂർ വളരെ പുറകിലാണ് തിരുവനന്തപുരത്ത്. ശശി തരൂരിന് വോട്ടുകൾ ചോരും, മധ്യവർഗ വോട്ടർമാർ അദ്ദേഹത്തെ കൈവിട്ടു. അതുകൊണ്ട് തന്നെ ഇവിടെ ഇടത് ബി.ജെ.പി. മുന്നണികൾ തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമെന്ന സൂചനകളിലേക്കാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പറയുന്നത്. അത്തരം ആരോപണങ്ങൾക്ക് വൈകാതെ തരൂരിന്റെ മറുപടി ഉണ്ടാകും. രാജീവ് ചന്ദ്രശേഖർ രാവിലെ തന്നെ ക്ഷേത്ര ദർശനവുമായി ഇറങ്ങുകയാണ്. രാവിലെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലും പിന്നീട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും അദ്ദേഹം പോകുന്നുണ്ട്. ശശി തരൂരും വൈകാതെ പ്രചരണ രംഗത്ത് സജീവമാകും. തിരുവനന്തപുരം മണ്ഡലത്തിന്റെ കാര്യം മറ്റു മണ്ഡലങ്ങളിലും ആറ്റിങ്ങലിലുമൊക്കെ സമാനമാണ് കാര്യങ്ങൾ. തികച്ചും അപ്രവചനീയമാണ് തലസ്ഥാന ജില്ലയിലെ 2 മണ്ഡലങ്ങളുടെയും അവസ്ഥ. ആര് ജയിക്കുമെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥ. അവസാനവട്ട അടിയൊഴുക്കുകളിൽ പ്രതീക്ഷ അർപ്പിച്ചും ആശങ്ക അർപ്പിച്ചുമാണ് മുന്നണി നേതൃത്വവും സ്ഥാനാർത്ഥികളും മുന്നോട്ടു പോകുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും സംസ്ഥാനത്ത് പൂർണ്ണമാണ്. പോളിംഗ് സാമഗ്രികളുടെ വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള പോളിംഗ് സാമഗ്രിയുടെ വിതരണവും ഒക്കെ പുരോഗമിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികൾ കണക്കുകൂട്ടലുകളാണ്. ഏതൊക്കെ തരത്തിൽ ഇനിയും മുന്നേറാം, ഇനിയുള്ള സമയം കൊണ്ട് പരമാവധി വോട്ടുകൾ സമാഹരിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. ഇപ്പോഴും 3 മുന്നണികളും ഒരുപോലെ അവകാശവാദവുമായി, സംസ്ഥാനത്തെ പൊതുചിത്രമാണ് ഞാൻ പറയുന്നത്, അവകാശവാദവുമായി എത്തുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. UDF കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തുമെന്ന് പറയുമ്പോൾ 2020 എന്ന അവരുടെ സ്വപ്നത്തിലേക്ക് പോകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് UDF ഉള്ളത്. ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് അലയടിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവർ അത്തരം കാര്യങ്ങൾ സ്വപ്നം കാണുന്നത്. സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെതിരെയും ഭരണവിരുദ്ധ വികാരമുണ്ടാകും. ന്യൂനപക്ഷങ്ങൾ വലിയ ആശങ്കയിലാണ്. ബി.ജെ.പിക്ക് തിരിച്ചടിയാകും. പെൻഷനും ക്ഷേമ പെൻഷനും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയതും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, സാധനങ്ങളുടെ വിലക്കയറ്റം ഉൾപ്പെടെ പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള പ്രചോദനമാകുമെന്ന് UDF കരുതുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഇടതുമുന്നണി കരുതുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ എന്തായാലും നില മെച്ചപ്പെടും. അത് ഒരു ഇരട്ട അക്കത്തിലേക്ക് പോലും ഇടതുമുന്നണിയുടെ ലോക്സഭയിലേക്കുള്ള ഇത്തവണത്തെ അംഗത്വം കേരളത്തിൽ വർദ്ധിക്കും എന്നൊരു പ്രതീക്ഷ ഇടതു കേന്ദ്രങ്ങൾ, അവർ 5 മണ്ഡലങ്ങളിൽ അവർ വിജയം ഉറപ്പിക്കുന്നു. മറ്റു പലയിടത്തും ശക്തമായ പോരാട്ടത്തിനൊടുവിൽ കടന്നുകൂടാമെന്ന പ്രതീക്ഷ അവർക്ക് ഉണ്ട്. അത്തരത്തിൽ ഇടതുമുന്നണിയും വളരെ പ്രതീക്ഷയോടെ കാണുന്ന തെരഞ്ഞെടുപ്പായി മാറുകയാണ്. അവർക്കിത് അക്ഷരാർത്ഥ ജീവൻ മരണ പോരാട്ടമാണ്. വലിയൊരു പരാജയം സർക്കാരിനെതിരെയുള്ള വലിയ വിമർശനമായി മാറും. സർക്കാർ വിരുദ്ധ വോട്ടുകളെന്ന, സർക്കാരിനോട് ജനങ്ങൾക്ക് അതൃപ്തി എന്ന പൊതുവ്യാഖ്യാനമുണ്ടാകും. അതുകൊണ്ട് തന്നെ അവർക്ക് പിടിച്ചു നിൽക്കണം. ദേശീയതലത്തിലും ഇടതുപക്ഷത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ, എന്തെങ്കിലും അവർക്ക് നിലനിൽപ്പിന് വേണ്ടി അവർക്ക് ആശ്രയിക്കാവുന്ന ഏക സംസ്ഥാനം കേരളമാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം അരയും തലയും മുറുക്കി പ്രചരണ രംഗത്തായിരുന്നു. ഇപ്പോഴും അവർ ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നു. ബി.ജെ.പിക്കാകട്ടെ ഇത്രയധികം കൊട്ടിഘോഷിച്ച്, ഇത്രയധികം ആർഭാടത്തോടുകൂടി പ്രചരണം നടത്തിയിട്ടും ഇത്തവണയെങ്കിലും ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ അവർക്ക് വലിയ തിരിച്ചടി സംസ്ഥാന നേതൃത്വത്തിനുണ്ടാകും. ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട് കഴിഞ്ഞാൽ കേരളത്തിലാണ് ബി.ജെ.പിയുടെ ഏറ്റവും വലിയ നോട്ടം. അവിടെ നമുക്കറിയാം എത്ര തവണ പ്രധാനമന്ത്രി ഇവിടെ വന്നുപോയി. ബി.ജെ.പിയുടെ കേന്ദ്രമന്ത്രിമാർ പലയിടത്തും ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തി. ഇത്തവണ ബി.ജെ.പിക്ക് ഒരു സീറ്റ് ഇവിടെ ലഭിച്ചേ മതിയാകൂ. ഇരട്ടയാക്കുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനമൊക്കെ ഉണ്ട്. അത്രയും എത്തിയില്ലെങ്കിലും ചുരുങ്ങിയത് 3 മണ്ഡലങ്ങളിലും അവർ വിജയം ഉറപ്പിക്കുന്നു. അത് തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും തൃശൂരിലും വലിയ വിജയസാധ്യതയുണ്ടെന്ന് ബി.ജെ.പി കണക്ക് കൂട്ടുന്നു. അങ്ങനെ 3 മുന്നണികൾക്കും ഈ അവസാന മണിക്കൂറിലും വലിയ പ്രതീക്ഷയാണ്. ആശങ്കകൾക്കപ്പുറത്ത് 3 പേരും ജനങ്ങൾ ഇത്തവണ ഒപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടിയൊഴുക്കുകൾ ഈ അവസാന നിമിഷങ്ങളുണ്ടാകാം. അപ്രവചനീയമായ ഫലങ്ങൾ പലയിടത്തും ഉണ്ടാകാം. ഇന്നലെ വരെ പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് ചില മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനം 2ാം സ്ഥാനമൊക്കെ മാറി മറിയുമെന്ന വ്യക്തമായ സൂചനകൾ പുറത്തുവരുന്നുണ്ട്. അത്തരത്തിൽ തികച്ചും അപ്രവചനീയമായ അവസ്ഥയിലേക്ക്, ആശങ്കയുടെ ആവേശത്തിന്റെ പരകോടിയിലേക്ക് എത്തുകയാണ് തലസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം. മണിക്കൂറുകൾ മാത്രം ബാക്കി. കേരള ജനത
തങ്ങളുടെ ഭാവി തീരുമാനിക്കാൻ, തങ്ങളുടെ ജനപ്രതിനിധികൾ ആരൊക്കെ ലോക്സഭയിലേക്ക് പോകണമെന്ന് തീരുമാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. രാഷ്ട്രീയ പാർട്ടികൾ ഓരോ ഇഞ്ചിലും പുതിയ പുതിയ വിഷയങ്ങൾ എടുത്തുകൊണ്ട് ഓരോ ഇഞ്ചിലും പിഴവുകൾ പരിഹരിച്ചുകൊണ്ട് അവസാന മണിക്കൂറുകളിലും അങ്ങേയറ്റം സജീവമാണ് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ.